വറഹ്മത്തുള്ള. പരിചയപ്പെടുത്തിയതിന്റെ പേര് മുഹമ്മദ് റബി എന്നാണ്. ഞാൻ ഇപ്പം ദാറുൽ 11ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത്. എൻ്റെ ഉസ്താദാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഫെമിനിസ്റ്റ് റീഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ഖുർആൻ ആൻഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഹദീസ് റിഡക്ഷനലിസം എന്നുള്ളതല്ലേ. ആദ്യമായിട്ട് ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫെമിനിസം എന്താണെന്നുള്ളത്. ഫെമിനിസത്തിന്റെ ഒരു ഓർഡറൊക്കെ നിങ്ങൾ പലയിടത്തും വായിച്ചിട്ടുണ്ടാവും. ഇപ്പം മോഡേണിസ്റ്റ് ഒക്കെ പോലത്തെ പുസ്തകങ്ങൾ ഈ ഒരു വിഷയത്തിനെ വലിയ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്, അതായത് പറഞ്ഞു തരുന്നുണ്ട് ഫെമിനിസം എന്താണെന്നുള്ളൊരു വിഷയം. അപ്പോൾ നമ്മൾ ഇതുവരെ അല്ലെങ്കിൽ ഖുർആനിലെ പല തഫ്സീറുമായി എൻഗേജ് ചെയ്ത ഒരു രീതിയിലായിരിക്കൂല നമ്മൾ ഈ ഫെമിനിസ്റ്റ് റീഇൻറ്റർപ്രിട്ടേഷൻസിനെ വായിക്കുന്നത് അല്ലെങ്കിൽ വായിക്കേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ആശയം ഉയർന്നു വരുന്ന വെച്ചാൽ 1800 വരെ, അതായത് ഇസ്ലാമിന്റെ തുടക്കകാലം മുതൽ 1800 വരെ നിലവിൽ ഇങ്ങനെ ഒരു ചർച്ചയില്ല, അല്ലെങ്കിൽ ഈ ഫെമിനിസ്റ്റ് റീഇൻറ്റർപ്രിട്ടേഷൻ എന്നുള്ള ഒരു ചർച്ചയില്ല എന്നുള്ളതാണ് പഠനങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. അതായത് മേ ബി ഒന്നോ രണ്ടോ സ്വരങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതൊരു പ്രധാന അജണ്ട ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രധാന വിഷയമാക്കിയിട്ടോ ഒന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പഠനങ്ങൾ കാണുന്നത്. അപ്പോൾ ഫെമിനിസം ലോകത്തേക്ക് കടന്നു വന്നത് നമുക്കറിയാം. അതായത് ഈ എൻലൈറ്റ്മെന്റ് പീരീഡിലാണ് ഒരു ജെൻഡർ മാത്രം എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നു, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എപ്പോഴും പൊതു ഇടങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ ഇസ്ലാമിൽ മാത്രമല്ല കേട്ടോ, മൊത്തം യൂറോപ്യൻ അല്ലെങ്കിൽ മോഡേൺ വേൾഡിൽ പെണ്ണുങ്ങൾ പൊതു ഇടങ്ങളിൽ നിന്ന്, ലീഡർഷിപ്പുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നത്തിനെതിരെയുള്ള ഒരു സ്വരമായിട്ടാണ് ഫെമിനിസം എന്നുള്ളൊരു ഇത് കടന്നു വരുന്നത്. ഈ ഫെമിനിസം തന്നെ അതിന്റെ ഒരു വരവിൽ ഇങ്ങനെ ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ഫോർത്ത് വേവ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് ആദ്യകാലങ്ങളിൽ ഒരു കൺസിഡറേഷൻ മാത്രമാണ് ഇവർ ചോദിച്ചിരുന്നതെങ്കിൽ പിന്നെ ലീഡർഷിപ്പിലുള്ള പ്രാധാന്യം, ഇതിൽ പലതും വാലിഡ് ആയിട്ടുള്ള വാദങ്ങൾ തന്നെയുണ്ട്, വാലിഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത്. നമ്മൾ ഫെമിനിസം ആയതുകൊണ്ട് എല്ലാത്തിനെയും തള്ളുന്നതിനപ്പുറം ഫെമിനിസത്തിലെ പോരായ്മകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഫെമിനിസം, അതായത് ഫെമിനിസത്തിനെതിരൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ ആലിമ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി ആയിട്ട് പറയാറുള്ളത്, ഫെമിനിസം ശരിക്കും അഡ്രസ്സ് ചെയ്തത് ഒരു പ്രോബ്ലത്തിനെ തന്നെയാണ്. അതായത് സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുക എന്നുള്ള ഒരു പ്രോബ്ലത്തിനെ തന്നെയാണ് അവര് ഫേസ് ചെയ്തത്. പക്ഷെ ആ ഫേസ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അതായത് ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് ഒരു രോഗി ചെന്നിരിക്കുമ്പോൾ ആ രോഗിക്ക് ഒരു അസുഖം ഉണ്ടെന്ന് ഡോക്ടർക്ക് അറിയാം, പക്ഷെ ഈ ഡോക്ടർ അതിനെ ചികിത്സിക്കൂലെ, അല്ലെ പരിശോധിക്കൂലെ, ഈ രോഗം എന്താന്ന് കണ്ടെത്താൻ ശ്രമിക്കൂലെ, ആ ഒരു ശ്രമം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലാണ് പിഴവ് വന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഫെമിനിസത്തിനെ എതിർക്കാറുള്ളത്. അപ്പോ നിലവിലെ ലോകത്തെമ്പാടും ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ഫെമിനിസ്റ്റ് ആശയം നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസരത്തിൽ സ്വാഭാവികമായും ഇസ്ലാമിലെ ഇത്തരം വീക്ഷണങ്ങളൊന്നും ചർച്ചയ്ക്ക് വിധേയമായിട്ടില്ല. പിന്നീട് കൊളോണിയൽ പീരീഡ് വന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, കൊളോണിയൽ ലിറ്ററേച്ചറിൽ സ്വാഭാവികമായും അവര് ഓറിയന്റലിസ്റ്റ് ലിറ്ററേച്ചറിൽ സ്വാഭാവികമായും അവര് മുസ്ലിം വിശ്വാസത്തെയും മുസ്ലിം കൾച്ചറിനെയൊക്കെ പഠിച്ചു തുടങ്ങി. ഈ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇസ്ലാമില് ഉള്ള, അതായത് എന്താ പറയാ, നമ്മള് ഹിജാബ് അല്ലെങ്കിൽ നിക്കാബൊക്കെ ഇട്ടിട്ട് നടക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലേക്ക് വരാത്ത സ്ത്രീകൾ, ഇതിനെ കുറിച്ചൊക്കെ അവരുടെ ഒരു നെറേറ്റീവിൽ പറയുമ്പോൾ അവർ സ്വാഭാവികമായും സപ്രസ്ഡ് ആയ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇസ്ലാമിലെ വുമൺ എന്നുള്ളതിൽ അവർ ഇന്റർപ്രറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർ അങ്ങനെ സംസാരിച്ചു പോകുന്നു. ആ ഒരു അവസ്ഥയിലാണ് സ്വാഭാവികമായും, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഇസ്ലാമിന്റെ ഭാഗത്തു നിന്ന് ഇതിന് മറുപടികൾ വരേണ്ടി വരും. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ മോഡേൺ വിഷയങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുൾ റഷീദ് ജിള്ള പോലത്തെ ആളുകളാണ്. അവർക്ക് മെയിനായിട്ട് വന്നൊരു വിഷയം എന്താന്ന് വെച്ചാല്, നമ്മുടെ അലിമീങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് അവരിതിനെ കുറച്ചുകൂടി, അല്ലെങ്കിൽ ഒരു മോഡേൺ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ കൂടിയാണ് അവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഫെമിനിസം പോലത്തെ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഫെമിനിസ്റ്റ് റീഇൻറ്റർപ്രിട്ടേഷൻ പോലെയുള്ള ഒരു സ്റ്റാൻസ് അല്ല അവരെടുത്തത്. പകരം അത്തരം വിഷയങ്ങളിൽ അവരെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പല ഇസ്ലാമിക് വാല്യൂസ്, അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണൽ തഫ്സീറിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ട്രഡീഷണൽ നമ്മൾ തിയോളജിയിൽ ഉണ്ടായിരുന്ന പല വാല്യൂസ് അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ഒക്കെ പല വാദങ്ങളും. അപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ കാണാം. സി എൻ മൗലവിന്റെ തഫ്സീർ, അല്ലെങ്കിൽ
അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തില് ഒരു ചെറിയൊരു ഉദാഹരണം, അത് ഫെമിനിസമായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ചെറിയൊരു ഉദാഹരണം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. കാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദുഖുലു മസാക്കിനക്കും എന്നുള്ള ആ ഒരു ആയത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നംലത്ത് ഒരു ഉറുമ്പ് എങ്ങനെ സംസാരിക്കുക എന്നുള്ളൊരു, അതൊരു മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ ഒരു നോർമൽ അല്ലാത്ത, സയന്റിഫിക്കലി നോർമൽ അല്ലാത്ത ഒരു കാര്യം ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയണില്ല. നമ്മുടെ ട്രഡീഷണൽ തഫ്സീറുകൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തതുപോലെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹം ഈ റഷീദ് റിള മുഹമ്മദ് അബ്ദു പോലത്തെ തഫ്സീറുൽ മനാർ പോലത്തെ കിതാബുകളിൽ നിന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ആശയധാരയോട് പൂർണ്ണമായി പുലർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നംലത്ത് എന്നുള്ളത് നംല് ഗോത്രക്കാരി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം കടൽ ഇങ്ങനെ പിളർത്തി എന്നുള്ള ഭാഗങ്ങളൊക്കെ അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വടി കൊണ്ട് കുത്തി നോക്കിയപ്പോൾ എന്ത് ചെയ്ത് ആയില്ലാത്ത ഭാഗങ്ങൾ മനസ്സിലാക്കി, അങ്ങനെ നടന്നു പോയി എന്നുള്ള രീതിയിലാണ് അവര് ഇത് ഇന്റർപ്രറ്റ് ചെയ്യുക. ഈ ഒരു പ്രശ്നം പല ഈജിപ്ഷ്യൻ സ്കോളേഴ്സിനും വന്നിട്ടുണ്ട്. മുഹമ്മദ് അബ്ദു പോലെ അല്ലെങ്കിൽ റഷീദ് റിള, അതുപോലെ തന്നെ ഈ ഒരു മൻഹജില് പല തിയോളജിക്കൽ സ്കോളേഴ്സ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് ഇങ്ങനെയാണ് ഈ ഒരു വിഷയത്തിനെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. പിൽക്കാലത്ത് കുറച്ചുകൂടി കഴിഞ്ഞ സമയത്ത് ഒരു 1960 അടുക്കുന്ന സമയത്താണ് ആദ്യമായി, അല്ലെങ്കിൽ അക്കാഡമിക്കലി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത് വെച്ച് ആദ്യമായി ഒരു ഫീമെയിൽ വോയിസ് ഈ ഒരു ഫെമിനിസ്റ്റ് ആശയവുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതായത് റിഫത്ത് ഹസൻ എന്നുള്ളൊരു മുസ്ലിം വുമൺ സ്കോളർ, ഫീമെയിൽ സ്കോളർ. അവരുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ വാദങ്ങളിൽ ഒന്നെന്തായിരുന്നു എന്ന് വെച്ചാല്, ഹദീസിനേക്കാൾ അബ്സല്യൂട്ട് സുപ്രീമസി എപ്പോഴും ഖുർആൻ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് അവര് ഖുർആനിനെ ഒരു മൊത്തത്തിലുള്ള ഒരു വായന വായിക്കും. അതായത് ഖുർആനിൽ ജസ്റ്റിസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഖുർആനില് ഇന്ന അല്ലെങ്കിൽ ചില നോംസ് അവര് പറയും. അതായത് ഖുർആനിൽ നമ്മളും ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന, ഉദാഹരണത്തിന് ജസ്റ്റിസ് പോലത്തെ പല നോംസ് പറയും. ഈ നോംസിനോട് ഹദീസിലെ ഒരു സാധനം വ്യത്യസ്തമായാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോ അതുപോലെ തന്നെ ഇവരെ ഈ ഒരു തഫ്സീർ, അവര് ഹദീസിനെ വായിച്ച രീതി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹദീസ് റിഡക്ഷണലിസം എന്നുള്ള ആ ഒരു പ്രശ്നം യഥാർത്ഥമായി വരുന്ന ഒരു ഏരിയ എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ റിഫത്ത് ഹസന്റെ ഒരു മെത്തഡോളജിയിൽ, റിഫത്ത് ഹസൻ എന്നുള്ള ഈ സ്കോളറിന്റെ ഒരു മെത്തഡോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മള് ഹദീസിൽ പൊതുവെ ഒരു ഹദീസിന്റെ അത് ഒതന്റിക് ആണോ, സ്വഹീഹായ ഹദീസാണെങ്കിൽ അത് ഒതന്റിക് ആണോ എന്നൊക്കെ നമ്മൾ സനദ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അതിന്റെ സനദ് അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റാവികളെ നോക്കിയിട്ടാണ് പറയാറുള്ളത്. പക്ഷെ ഇവര് എന്ത് ചെയ്തു, അതായത് ഒരു ഹദീസിന്റെ ഒതന്റിസിറ്റി തീരുമാനം ആക്കുന്ന വിഷയത്തിൽ അതിന്റെ ചെയിന് അനലൈസ് ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ മത്തിനും അനലൈസ് ചെയ്യണം എന്നുള്ള ഒരു രീതിയാണ് ഇവർ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റലൈസേഷൻ, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റലൈസേഷൻ എന്നുള്ള ഒരു രീതി കൂടി അവര് ഈ ഹദീസുകളെ സ്വീകരിക്കുന്നിടത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടില്ലാത്തൊരു മെത്തഡോളജിയാണ്. അതായത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാല് ഹദീസിലുള്ള ഒരു നിയമം, അത് വെറും ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ 7ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു അറബിക് കൾച്ചറിനോട് മാത്രം ബന്ധപ്പെടുത്തി വായിക്കുക, ഹദീസിനെ വായിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റി. അതായത് ഇതിന്നൊരു ഫലമായിട്ട് വരുന്നത് വെച്ചാൽ ഖുർആനിൽ കുറെ കുല്ലിയായിട്ടുള്ള നോംസ് ഇവർക്ക് കണ്ടെത്താൻ കഴിയും. അതേസമയം ഹദീസുകളിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഹദീസിനെ എപ്പോഴും കോണ്ടെക്സ്റ്റലി അല്ലെങ്കിൽ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റലൈസേഷൻ ചെയ്തിട്ടാണ് ഇവർ വായിക്കുക. അപ്പൊ ഇവര് പ്രധാനമായിട്ടും ഫേസ് ചെയ്തത് ഒരു മൂന്ന് വിഷയങ്ങളാണ്. അതായത് ഈ ഒരു പിന്നീട് വന്നിട്ടുള്ള ഫെമിനിസ്റ്റ് ആമിന വദൂദിനെ പോലെ അല്ലെങ്കിൽ അസ്മാ ബർലാസിനെ പോലത്തെ പിന്നീടുള്ള സ്കോളേഴ്സിന് ഒരു വഴി വെട്ടിക്കൊടുക്കുന്ന രീതിയിലുള്ള പല വർക്കുകളും ഇവരുടെ അടുത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് ഫേസ് ചെയ്ത മറ്റൊരു വിഷയമായിരുന്നു, അതായത് നിന്നാണ്, അതായത് ആണിന്റെ വാരിയലിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് എന്നുള്ളത് ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ഫെമിനിസ്റ്റിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അതെന്ത് ചെയ്യാണ്, മെയിലിന്റെ കീഴിലാക്കുകയാണ് ഫീമെയിലിനെ ഒരു സബോർഡിനേറ്റ് ബോഡി ആയിട്ട് പറയാണ്. അതുകൊണ്ട് തന്നെ ഇവരതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇവരതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരിക്കലും പെണ്ണിനെ ആണിന്റെ ഉള്ളിൽ നിന്നല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ബുഖാരിയിൽ വന്നിട്ടുള്ള, സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. ഹദീസ് ഞാൻ വായിക്കാം. വസ്തൗസു ബിന്നിസാഇ ഖൈറ ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിൽഇൻ വഇന്ന അഅവദ ശൈഇൻ ഫി ളില്ലി അഅലാഹു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. അതായത് സ്ത്രീയെ
വാരിയലിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യരുത്, കൂടുതൽ ഇതിനെ നേരെയാക്കാൻ നോക്കിയാൽ അത് പൊട്ടും. ഇനി അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും അത് വളഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു മെറ്റഫറിക്കലി സ്ത്രീയെ എങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ സ്ത്രീയുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ ഇതിൽ പക്ഷേ സ്ത്രീ വാരിയലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇതിനെ ഒരിക്കലും ഒരു ഫെമിനിസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. കാരണം അത് ആണിനെ വെച്ചിട്ട് പെണ്ണ് കീഴാണെന്ന് പറയുന്നത് പോലെയാണല്ലോ. അപ്പൊ ഇവരതിനെ മറുപടി ആയിട്ട് പറയുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, ഒരു ആയത്തെടുത്തിട്ടാണ് പറയുക, മിൻ നഫ്സിൻ വാഹിദ എന്നുള്ള ആ ഒരൊറ്റ ടേം എടുത്തിട്ടാണ് ഇവർ പറയുന്നത്. എന്ത്, ഒരൊറ്റ ബോഡിയിൽ നിന്നാണ് ആണിനെയും പെണ്ണിനെയും ഉണ്ടാക്കിയെന്നുള്ളതിലേക്ക് എന്നുള്ള രീതിയിലേക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ആണിന്റെ കീഴിലാണ് പെണ്ണ് എന്നുള്ളത് സ്ഥാപിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വിഷയം അതുപോലെ തന്നെ ഇവര് പ്രധാനമായിട്ടും ഫേസ് ചെയ്തിട്ടുള്ള മറ്റൊരു വിഷയം നാഖിസാത്തു അഖ്ലിൻ വദീൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് ഹദീസിൽ വന്നിട്ടുള്ള സംഭവം തന്നെയാണ്, നാഖിസാത്തു അഖ്ലിൻ വദീൻ. ഇതിനെ ഇവർ കൗണ്ടർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഖുർആനിൽ ഒരുപാട് സ്ത്രീകളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മറിയം ബീവിയെ പോലെ, അല്ലെങ്കിൽ ആസിയ ബീവിയെ പോലെ, അതുപോലെ തന്നെ ബൽഖീസ് രാജ്ഞിയെ പോലെ. അപ്പൊ ഇതിലൊക്കെ പ്രധാനമായിട്ടും പറയുന്നത് ഇവരിൽ മാതൃകയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിർഔൻ എന്ന് പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഫിർഔന്റെ ഭാര്യയിൽ മനുഷ്യർക്ക് മൊത്തം മാതൃക ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, സ്ത്രീന്റെ മഹത്വം അത്രക്ക് ഉണ്ട്, അല്ലെങ്കിൽ സ്ത്രീ ദീനും അക്കലും കുറഞ്ഞവളാണ് എന്നല്ല ഖുർആന്റെ നെറേറ്റീവ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ മൊത്തത്തിലുള്ള ഇവരൊരു ഈ ഒരു മെത്തഡോളജി വെച്ച് നോക്കുമ്പോ ഖുർആനിൽ നിന്നും ഇവരെന്ത് ചെയ്യും, കുല്ലിയായിട്ടുള്ള ചില അഹ്കാമുകൾ എടുക്കുന്നു. എന്നിട്ട് ഹദീസിൽ പിന്നീട് എന്തെങ്കിലും ഇതിനോട് എതിരായിട്ട് വന്നാൽ, അത് സ്വഹീഹായ ഹദീസ് ആണെങ്കിൽ പോലും ഇവരെടുത്തിട്ടുള്ള ജുസ്ഇയാത്തിനെതിരായി വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ റീഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളൊരു വാദമാണ് ഇഫത്ത് ഹസനെ പോലുള്ള ഇവര് മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് പിൽക്കാലത്ത് 1992 ആമിന വദൂദ് വരുന്നത്. ആമിന വദൂദാണ് ഈ ഒരു വിഷയത്തിലെ ഒരു ഫോർമൽ ഫസ്റ്റ് വർക്കൊക്കെ ആയിട്ട് ആമിന വദൂദിന്റെ വർക്കിനെയാണ് കാണാറുള്ളത്. അതിനൊരു പ്രധാന കാരണം റിഫത്ത് ഹസന്റെ വർക്കുകൾ ചില ആർട്ടിക്കിൾസ് ആയിരുന്നു, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള വർക്കുകളായിരുന്നു. അതേസമയം ആമിന വദൂദ് മൊത്തം ഖുർആനിലെ സ്ത്രീയുമായി ഇന്ററാക്ട് ചെയ്യുന്ന ഏരിയകളെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫെമിനിസ്റ്റ് ഹെർമനറ്റിക്സ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എക്സജസ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു റീഇന്റർപ്രിറ്റേഷൻ വർക്കുകളിലെ ഒരു ഫോർമൽ ഫസ്റ്റ് വർക്കായിട്ട് എപ്പോഴും ആമിന വദൂദിന്റെ വർക്ക് തന്നെയാണ് എണ്ണപ്പെടാറുള്ളത്. ആമിന വദൂദ് മുന്നോട്ട് വെക്കുന്ന കൺസെപ്റ്റ്, അവരുടെ മെത്തഡോളജി അനുസരിച്ചിട്ട് ഇവർ പറയുന്നത് ഒരു തൗഹീദ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് അൾട്ടിമേറ്റ് ബോഡി. അതായത് എല്ലാ വിഷയത്തിലും അൾട്ടിമേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് അതോറിറ്റി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. ഈ തൗഹീദ് എന്നുള്ളത് എന്താന്നുള്ളത് വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അബ്സല്യൂട്ട് അതോറിറ്റി എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്സല്യൂട്ട് അതോറിറ്റി ആയിരിക്കെ പിന്നെ ഭൂമിയിൽ എന്തുണ്ടാവാൻ പാടില്ല, ഒരാൾക്കും വേറെ ഒന്നിനേക്കാളും അതോറിറ്റി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫീമെയിലിനേക്കാളും മെയിലിന് അതോറിറ്റി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഇത് തന്നെ ഈ ഒരു സാധനം നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനൊന്നും കൂടി ഡെവലപ്പ് ചെയ്ത ഒരു വിഷയമാണ് അസ്മാ ബർലാസ് എന്നുള്ള സ്കോളറും ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ആമിന വദൂദിന്റെ മറ്റൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജുസ്ഇയാത്ത് കുല്ലിയാത്ത്. അതായത് ഖുർആനിൽ നിന്നും ചില ജുസ്ഇ ആയിട്ടുള്ള ചില ഹുക്കുമുകളെ അവരെടുക്കുന്നു, അതിനോട് പിന്നെ ഹദീസിൽ നിന്ന് എന്ത് എതിരായി വന്നാലും ഈ ജുസ്ഇകളെ വെച്ചിട്ട് അതിനെ റീഇന്റർപ്രറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് വെറും കോണ്ടെക്സ്റ്റൽ ആണ് എന്നുള്ള ഒരു രീതിയിലാണ് അവര് അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു വിഷയം എന്നുള്ളത് പ്രയർ ടെക്സ്റ്റ് എന്നുള്ളൊരു വിഷയമാണ്. അതായത് ഒരാള് ഒരു വിഷയത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് അവര് ഒരു ആദ്യമേ ഉള്ള ഒരു മുൻധാരണ വെച്ചിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യാന്നാണ്. അതായത് നമ്മുടെ ട്രഡീഷണൽ മുഫസ്സിരിങ്ങൾ എല്ലാവരും 1800 വരെയുള്ള എല്ലാ ട്രഡീഷണൽ മുഫസ്സിരിങ്ങളും പാട്രിയാർക്കി, അതായത് പുരുഷാധിപത്യം എന്നുള്ള ഒരു പ്രയർ ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഖുർആനെ മൊത്തം ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മുടെ നിലവിലുള്ള ഫിഖ് ഒക്കെ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ റീഇന്റർപ്രറ്റ് ചെയ്ത് റീതിങ്ക് ചെയ്യേണ്ട വിഷയങ്ങളാണ് എന്നുള്ള ഒരു അപ്രോച്ചാണ് ഇവർ ഇതിൽ സ്വീകരിക്കുന്നത്.
അതുപോലെ തന്നെ പിന്നെ ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റ് സ്കോളേഴ്സ് അതിന്റെ മെത്തഡോളജിയിലേക്ക് നമ്മൾ കൂടുതൽ കടക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന് മാത്രം സമയം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ പേര് മാത്രം പറയാം, ഫാത്തിമ മെർനിസിയെ പോലെ, അല്ലെങ്കിൽ അസ്മാ ബർലാസ്, ഏകദേശം ഇതുപോലത്തെ വിഷയങ്ങൾ തന്നെയാണ് അവരും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്താന്ന് വെച്ചാല്, ഖുർആൻ എന്നുള്ളത് ഒരിക്കലും അൺജസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഖുർആൻ ഒരിക്കലും ആന്റി വുമൺ അല്ല. പക്ഷെ നിലവിൽ വന്നിട്ടുള്ള ട്രഡീഷണൽ ഇന്റർപ്രിറ്റേഷൻസ് ആകട്ടെ, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വർക്കുകളാവട്ടെ, നമ്മളെ ഫിഖ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിലെ പല പ്രധാന ഹുക്കുമുകൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ഫന്നുകളും ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ പാട്രിയാർക്കൽ ഇന്റർപ്രിറ്റേഷൻസിലൂടെ വന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജൂറിസ്ഡിക്ഷനിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കൽ ഓർഡറിലേക്ക് ലോകം എത്തിയത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണുള്ളത്. ഈ ഒരു ഇന്റർപ്രിറ്റേഷൻ രീതി ഇതിന്റെ ഒരു കുറച്ചുകൂടി കടന്ന കൈ ഇപ്പം നമ്മൾ മലയാളത്തിലും ചിലപ്പോൾ കണ്ടോലുണ്ടാവും. മുസ്തഫ മൗലവി എന്ന രീതിയിൽ ഖുർആൻ അകംപൊരുൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഖുർആൻ അകംപൊരുൾ എന്നുള്ള ഒരു ഖുർആൻ വ്യാഖ്യാനം എന്ന് മൊത്തത്തിൽ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. അവരും ഈ ഒരു ഹദീസ് റിഡക്ഷനലിസം അവരുടെ ഒരു വർക്കുകളിൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. പല ആയത്തുകളിൽ നിന്നും അദ്ദേഹം സ്വന്തമായിട്ട് ഹുക്കുമുകൾ ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ നായയെ വളർത്തുന്നത് കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഓതിയാണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, വൈ നറത്തു മുസ്തിബ്ദാല സൗജ് മക്കാന സൗജ് വാത്തൈതു മിഹ്ദാവന ഖിൻതാറ എന്ന് പറഞ്ഞിട്ടുള്ള അതില് ആ ഒരു ആയത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ആയത്തില് അഖദ്ന മിൻകും മീസാക്കൻ ഖലീള എന്ന് പറയുന്നത്, അതായത് നിങ്ങളിൽ നിന്നൊരു മീസാക്ക് എടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത് മാത്രം വെച്ചിട്ടാണ് മൂപ്പര് പറയുന്നത് ശരിക്ക് വിവാഹം എന്നുള്ളത് ഒരു ആണും പെണ്ണും ഇടയിലുള്ള മീസാക്കാണ്. അപ്പം ഇങ്ങനെ ഒരു ഉടമ്പടി രണ്ടാളുകൾക്കിടയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് ആ ഉടമ്പടി ചെയ്യേണ്ടത്, അല്ലാതെ പകരൊരാൾ വന്നിട്ടല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് ആണും പെണ്ണും തന്നെയാണ് നിക്കാഹ് കഴിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഹുക്കുമുകൾ എത്തുന്നുണ്ട്. ഇതൊക്കെ ഹദീസ് റിഡക്ഷനലിസത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇതുപോലത്തെ പല പ്രശ്നങ്ങളാണ് ഫെമിനിസത്തിലുള്ളത്. എന്നാൽ പൂർണ്ണമായിട്ടും ഇതല്ല, ഫെമിനിസം അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരുപാട് വിഷയങ്ങളാണ് അവർ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇനി കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.